ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ക്യാപ്ഷൻ കണ്ട പോലെ ഇന്നൊരു ഈദ് ഹെന്ന വ്ളോഗാണ് ചെയ്യുന്നത്. ഡേ 1 ഡേ 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഇന്ന് ഫസ്റ്റത്തെ വർക്ക് വരുന്ന വക്രയിലാണ്. ഞാൻ മുന്നേ പോകാറുള്ള കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ അവർക്ക് മാത്രമല്ല അവരെ കസിൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരും, അതായത് 4 വലിയവരും അതുപോലെ തന്നെ 3 കുട്ടികളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് ഹെന്ന ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്നാപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവർ കസിൻസും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 8 പേർക്കാണ് വലിയവർക്കും അതുപോലെ തന്നെ 5 കുട്ടികളും ഉണ്ടായിരുന്നു. വർക്കിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകിട്ട് 4 മണിക്കായിരുന്നു. നമ്മളൊരു 3:45 കഴിയുമ്പോഴത്തേനോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഹെന്ന ഇട്ട് കൊടുത്തതിൻ്റെ കസ്റ്റമർക്ക് തന്നെയാണ്. ആളെ പേരാണ് സാറ. ആളപ്പം മുന്നേ തന്നെ പരിചയമുള്ള കാരണം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൊബൈൽ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇടണമെന്നാണ് പറഞ്ഞത്. അതിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ആൾക്ക് നല്ല കട്ടിയിലിടാനാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ നല്ല കട്ടിയിലാക്കാൻ പറഞ്ഞിട്ട് അതിന് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ആൾ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് തിന്നായിട്ട് ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി. പക്ഷേ ആൾക്ക് കസ്റ്റമറാണല്ലോ നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആൾക്ക് നല്ല കട്ടിയിലിടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്ത ആൾ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് നല്ല ഇഷ്ടമായി. ഹെന്നാക്കൂൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കേണ്ടി വന്നില്ല. അവർ ഓൾറെഡി ഹെന്നാക്കൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് നല്ല ലോങ്ങാണ് ഈ കസ്റ്റമറുടെ വീട് വരുന്നത്. അതായത് വക്രയിലാണ്. ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ട്രാവലിങ്. എൻ്റെ ഒരുവിധം എല്ലാ കസ്റ്റമറും പുറത്ത് പോയിരിക്കുകയാണ്, സാഫർ പോയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രാവശ്യം ഇതിന് ഫുള്ള് പുതിയ കസ്റ്റമേഴ്സായിരുന്നു. ഈ കസ്റ്റമറെ ഞാൻ പരിചയപ്പെട്ടത് പാസ്പോർട്ട് ഓഫീസിൽ വെച്ചിട്ടാണ്. ആളവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്ന ടൈമിൽ ആളെ ഹയ്യലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നീട്ടാണ് കാര്യത്തിന് വേണ്ടി പോയപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അതിന് ശേഷം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതിനൊക്കെ എന്നെ തന്നെയാണ് വിളിക്കൽ. ഇപ്പോൾ ഈ കസ്റ്റമറെ സിസ്റ്റർ കല്യാണം ഇപ്പോൾ അടുത്ത് തന്നെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്നെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കസ്റ്റമറുടെ കുട്ടി കരഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു, കുട്ടിക്ക് ഹെന്ന ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടികൾക്ക് ഹെന്ന ഇട്ടിട്ട് ഞാൻ ഇട്ടാൽ മതി പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഹെന്ന ഇടായിരുന്നു. കുട്ടികളുടെ ഹെന്ന ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി. കാരണം കുട്ടികൾക്ക് ഹെന്ന ഇടാന്ന് പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ടൈം പോലെ ആയാലും അപ്പോൾ തന്നെ കൂടുതൽ പണിയാണ്. കാരണം ഒരു കുട്ടി ഹെന്ന ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിയാറായതായിരുന്നു. അപ്പോഴത്തേനും വേറെ കുട്ടി വന്നിട്ട് തട്ടിയിട്ട് അതിൻ്റെ ഹെന്ന കംപ്ലീറ്റ് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അത് ശരിയാക്കാതിരിക്കാനായിരുന്നു പണി. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ അവർ കോഫി അതുപോലെ തന്നെ സാൻഡ്വിച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അറബ്സിൻ്റെ അവിടെ ഹെന്നയുടെ മുമ്പുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫുഡ് ഐറ്റംസ് അവർ കൊണ്ടുവരും. ഭയങ്കര ട്രീറ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ടൈമിലാകുമ്പോൾ നമുക്കൊന്നും കഴിക്കാനും പറ്റില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കസ്റ്റമർ ബുക്കിംഗ് ഉണ്ടാകും. അപ്പോൾ വേഗം ഇട്ട് കഴിയുക, എന്നിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡായിരിക്കും. അപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അങ്ങനെ കസ്റ്റമറുടെ ഹെന്നിട്ട് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ആൾക്ക് ഗമ്മ ഇടണമെന്ന് പറഞ്ഞു. ഗമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കൊട്ടടാന്ന് പറയില്ലേ, ഇവിടെ ഗമ്മ എന്നാണ് പറയുക. അപ്പോൾ അറബിയിൽ ഗമ്മ എന്ന് പറയും. അപ്പോൾ അത് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മേലെ കൂടെ അപ്പോൾ ഞാൻ ഗമ്മ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരുവിധമുള്ള എല്ലാ ഖത്തറി കസ്റ്റമേഴ്സിനും ഈ ഗമ്മ അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവർ കാലിൻ്റെ അടിയിലൊക്കെ ഹെന്ന ഇടും. കല്യാണത്തിൻ്റെ ടൈമിൽ ബ്രൈഡലൊക്കെ ആയിരിക്കുമ്പോൾ ഡിസൈനൊക്കെ ആയിരിക്കും ഇടുക കാലിൻ്റെ ഇടയിലൊക്കെ. അതെല്ലാം നമ്മൾ ഏജുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ഏജുള്ളവരൊക്കെ ഫുള്ള് ഇങ്ങനെ പൊത്തൂല്ലേ കാലിൻ്റെ ഇടയിൽ, ഫുള്ള് ഇങ്ങനെ ഹെന്ന പൊത്തിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ഈ കൈമേൽ ഈ കൊട്ടറിന പോലെ തന്നെ കാലിൻ്റെ അടിയിൽ മൊത്തം അവർ വിരലിലായാലും കാലിൻ്റെ അടിയിലായാലും ഫുള്ള് പൊത്തും ഹെന്ന കൊണ്ട്, അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഈ കസ്റ്റമർ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ കസ്റ്റമറുടെ മാമാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. മാമ എന്ന് വെച്ചാൽ ഇവരുടെ ഉമ്മാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അവരൊരു മൊബൈൽ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു. ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക്. അമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അമ്മ അറബിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പകുതിയൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നെ ഇട്ടത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഹലോ വാഹിദ് ഹലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മനസ്സിലായി നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഈ ഖത്തറീസിലൊക്കെ ഈ ഏജുള്ളവരൊക്കെ ഇതേപോലത്തെ ഡിസൈൻ ആയിരിക്കും ഇവിടെ. കൈയിൻ്റെ ഈ ചൂണ്ടവിരലിൽ അതുപോലെ തന്നെ ചെറുവിരൽ വലത്തെ തള്ളവിരലിലൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ലൈനായിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഡിസൈൻ ആയിരിക്കും. ഇതിനെ ഇവർ ഗസ്സാന്നാണ് പറയുക. അതുപോലെ കൈയിൻ്റെ പുറടിയുമേ ഇതുപോലെ ലൈൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തു. പിന്നെ ഡോട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഡോട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അടുത്തത് ഇവരുടെ ഒരു കസിനാണ് ഇട്ട് കൊടുത്തത്. അത് മൊബൈൽ ഡിസൈൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതും നമ്മൾ അതേപോലെ തന്നെ സെയിം ഇട്ട് കൊടുത്ത്. പിന്നെ അവർക്ക് ഗമ്മ വേണമെന്ന് പറഞ്ഞു, ഗമ്മ ഇട്ട് കൊടുത്തു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അങ്ങനെ ലാസ്റ്റ് എല്ലാവരുടെയും ഹെന്ന കഴിഞ്ഞു. 8 പേർക്ക് ഇട്ടുകൊടുത്തു, ആ കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത്. അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു മജ്‌ലിസായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഹെന്ന ഇട്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത കസ്റ്റമറോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലേസ് വരുന്നത് ഉംസലാലിലാണ്. നമ്മൾ ആ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 12:15 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ഈ കസ്റ്റമറുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ടൈം ഇപ്പോൾ 12:50 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി അവിടെ 5 പേർക്കാണ് ഇടാനുള്ളത്. അത് പോയി വരുമ്പോഴത്തേനും എന്തായാലും നാളെ ആവും. അങ്ങനെ നമ്മൾ കസ്റ്റമറുടെ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് നമ്മളെ കസ്റ്റമറുടെ വീട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ എടുത്തോന്ന് പറഞ്ഞു. അതിപ്പോൾ ഫസ്റ്റ് വന്ന് നമ്മൾ ഗദ്ദാമേണ് വരില്ല, അവിടുത്തെ ഒരു മോനാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഗേറ്റ് തുറന്നു തരാൻ വേണ്ടിയിട്ട്. ഈ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ നല്ല കമ്പനി, നല്ല ഒരു കസ്റ്റമറായിരുന്നു. നൂറ എന്നാണ് പേര്. ഇതിൻ്റെ മോൾക്കാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഡിസൈനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ ഡിസൈൻ കാണിച്ചിട്ട് അതേപോലെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. മറ്റേ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ, അതായത് തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയിലാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്, നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലായി തോന്നുന്നുണ്ട്. അവർ കോഫി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വന്നപ്പോൾ തന്നെ 2 പേർക്ക് ഇട്ട് കഴിഞ്ഞു. അവർ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം അവർക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഞാൻ ചോദിച്ചിട്ടാണ് എടുക്കൽ. ചില കസ്റ്റമർ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാനായാലും ഒന്നും സമ്മതിക്കാറില്ല. അപ്പോൾ ഇവർ പിന്നെ കുഴപ്പമില്ല എടുത്തോന്ന് പറഞ്ഞു. ഈ കസ്റ്റമറുടെ പേര് സൽമ എന്നാണ്. ആളിവിടെ ലോയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കസ്റ്റമറുടെ മോളെ പേര് നൂറ എന്നാണ്. ആൾ +2ലാണ് പഠിക്കുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഇവരെ കസിൻസാണ്. പുതിയ കസ്റ്റമറായ കാരണം നമ്മളെ പ്രൊഡക്ട്സിൻ്റെ കാര്യം, അതുപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റ് ഐറ്റംസും ഹാമ്പറിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിനൊരു ബൊക്കയും അതുപോലെ തന്നെ 2 ഹാമ്പേഴ്സും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ പേജ് അവരെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല കമ്പനിയായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളതാണെന്ന് പറയില്ല, മുന്നേ നല്ല പരിചയമുള്ള പോലെയായിരുന്നു ഇങ്ങനെ സംസാരിച്ചിരുന്നതൊക്കെ. അപ്പോൾ അവർ കുറേ നേരമായി ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയിടാന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞാൽ സമാധാനത്തിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കസ്റ്റമർക്ക് ഹെന്ന കാലിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഫ്ലവറിൻ്റെ ആയിട്ടുള്ള ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാമ ഉണ്ട്. മാമാക്ക് ഇതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ ഈ ഫുള്ള് പൊത്തൂലേ നമ്മൾ കൊട്ടിടുന്നത്, അതേപോലെ തന്നെ കാലിൻ്റെ അടിയിൽ ഫുള്ള് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഫ്ലവറിൻ്റെ ഈ ഡിസൈനും കുഴപ്പമില്ല, വലിയ സിമ്പിൾ തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഫുള്ള് വർക്കായിട്ടുള്ള ഡിസൈൻ ഉണ്ടായിരുന്നത് മാമാക്കായിരുന്നു കേട്ടോ. ഇവരുടെയൊക്കെ ഉമ്മാക്ക്, ഗ്രാൻഡ് മാക്കായിരുന്നു. അത് കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് ഫുൾ കവറിങ് ഡിസൈനായിരുന്നു. ബേക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലുമായിട്ട്, അതായത് പുറകിലും ഉള്ളിലായിട്ട് ഫുൾ കവറിങ് ആയിരുന്നു. അതാണ് അത്യാവശ്യം സമയമെടുത്തത്. അങ്ങനെ നമ്മൾ ഇയാളുടെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കുറേ നേരമായി ഇവർ ഫുഡ് കഴിക്കാൻ പറയണം. അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ നല്ല മജ്ബൂസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ചിക്കൻ മജ്ബൂസും അതുപോലെ തന്നെ മട്ടൻ മജ്ബൂസും ഉണ്ട്. എനിക്ക് മട്ടൻ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ മജ്ബൂസാണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ മാമ കുറേ പറഞ്ഞു കേട്ടോ, മട്ടനൊക്കെ കഴിക്കണം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ മാമാടയിലുള്ള മട്ടൻ്റെ പീസൊക്കെ എനിക്ക് വെച്ച് തന്നു കഴിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കെന്തോ മട്ടൻ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ തന്നെ കഴിച്ചത്. അപ്പോൾ അവർ പാർസലാക്കി തന്നു, വീട്ടിൽ കൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു പാർസലൊക്കെ ആക്കി തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ വേറൊരു കസ്റ്റമർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇതുപോലെ മൊബൈൽ ഡിസൈനൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ടോ. പക്ഷേ അവരിങ്ങനെ കൈമേനെ റൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടമുള്ള ഇട്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ സമയം 4:39 ആയിട്ടുണ്ട്. അത്രയും ടൈമായി കഴിഞ്ഞിട്ടില്ല. ഇനി 3 കസ്റ്റമർ കൂടി ഇടാനുണ്ട്. അപ്പോൾ ഒരാൾക്ക് കാലിനും കൂടി ഇടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, ടൈം പോണ കാരണം വേഗം സ്പീഡിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നാളെ 11 മണിക്ക് വേറൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. ബുക്കിംഗ് വർക്കാണ്. അതൊരു 1 വീക്ക് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മാറ്റാനും പറ്റില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. ഞാൻ നോക്കിയപ്പോൾ രാത്രി വന്നാൽ ഞാനായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നേരെ വെളുത്തേക്കണം. സമയം 5:49 ആയി. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇനി ഇന്ന് 11 മണിക്കാണ് അടുത്ത വർക്കുള്ളത്. അപ്പോൾ അടുത്ത വർക്കിൻ്റെ ഒക്കെ Day 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പോയി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.